അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ കൽപ്പനകളെ മുറുകെ പിടിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിതം നയിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളെല്ലാവരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ 2 ഭാഗം കഴിഞ്ഞു കടക്കുകയും അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യുക. അവസാനത്തെ 10 കൂടുതൽ ജാഗ്രതയോടുകൂടി അമലുകളിൽ വിനിയോഗിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അവിടുത്തെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ ഈമാനിയായ ദീനിയായ അഭിവൃദ്ധികളും പുരോഗതികളും ഒരുപക്ഷെ നമ്മളുടെ ആഖിറത്തിലേക്കുള്ള ഒരുക്കുമുതൽ വേണ്ടതുപോലെ ആയിട്ടില്ല. അതുകൊണ്ട് റമദാനിൻ്റെ അവസാനത്തെ 10 ദിവസം പള്ളിയിൽ തന്നെ ഇഅ്തികാഫ് അനുഷ്ഠിച്ചുകൊണ്ട് രാവും പകലും വ്യത്യാസമില്ലാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളെ സമർപ്പിക്കുകയും തൗബ ഇസ്തിഗ്ഫാറുകളിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുകയും ബാക്കി ഭൗതികമായ ബന്ധങ്ങളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായി വിട്ടുനിൽക്കുകയും ചെയ്യണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അവസാനത്തെ 10 ഇഅ്തികാഫിൻ്റെ 10 എന്ന് നമുക്കൊക്കെ അറിയാം. അങ്ങനെ ഒരു ഇഅ്തികാഫിൻ്റെ അമലിനെ നിയമമാക്കിയത്, സുന്നത്താക്കിയത്, മുഅക്കദത്തായ സുന്നത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് നമ്മളിൽ ദീനിയായ അമലുകളുടെ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത ഉണ്ടാക്കാനാണ്, ആവേശമുണ്ടാക്കാനാണ്, ശ്രദ്ധയുണ്ടാക്കാനാണ്. മൊത്തത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റമദാനിനെ അവിടുന്ന് എങ്ങനെയാണ് ചെലവിട്ടത് എന്ന് പരിശോധിക്കുമ്പോൾ പ്രധാനമായും 2-3 കാര്യങ്ങളിലാണ് അവിടുന്ന് സമയം ചെലവാക്കിയത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് സഹാബാക്കൾ പറയുന്ന ചില നിവേദനങ്ങളുണ്ട്. റമദാൻ അല്ലാത്ത മറ്റു മാസങ്ങളെ അപേക്ഷിച്ചിട്ട് റമദാനിൽ ഞങ്ങൾ തങ്ങളിൽ കണ്ട ചില പ്രത്യേകതകൾ, ആ പ്രത്യേകതകളെയാണ് വാസ്തവത്തിൽ നമ്മളൊക്കെ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ പകർത്തേണ്ടത്. അഥവാ ഇത്രയും ദിവസം അത്തരം അമലുകളിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസം നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് സാർ. പ്രധാനമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ നന്മകളുടെ വിഷയത്തിൽ മുന്നേറ്റം നടത്തിയിരുന്നു എന്നാണ്. നന്മകളുടെ വിഷയത്തിൽ മുന്നേറ്റം നടത്തിയിരുന്നു. മറ്റു മാസങ്ങളിൽ ഇല്ലാത്തതുപോലെ പൊതുവെ എല്ലാ മാസവും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്മകളിൽ മുന്നേറ്റം നടത്തും, നന്മയായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കും. എന്നാൽ മറ്റു മാസങ്ങളിൽ ഇല്ലാത്തതുപോലെ ഈ മാസത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ജാഗ്രത പുലർത്തിയിരുന്നു, ശ്രദ്ധ പുലർത്തിയിരുന്നു. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നത്, സ്വയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്ന് അമലുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തങ്ങളോടൊപ്പമുള്ളവരെ അതിൽ ഉണർത്തുകയും ചെയ്തിരുന്നു എന്നാണ്. സ്വന്തമായി കൂടുതൽ അമൽ ചെയ്യുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കുകയും ഒപ്പമുള്ളവരെ, കുടുംബത്തെയും സഹാബത്തിനെയും ഒക്കെ ആ രംഗത്ത് കൂടുതൽ ഉണർത്തുകയും ചെയ്യുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നുണ്ട്. അമലുകളുടെ കാര്യത്തിൽ ആവേശം കാണിക്കുക, ആഗ്രഹത്തോടുകൂടി മുന്നേറ്റം നടത്തുക, അത് വളരെ പ്രധാനപ്പെട്ട റമദാനിൻ്റെ പ്രത്യേക അമലായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പകർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ്.
രണ്ടാമത്തേത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ കാണിച്ചിരുന്ന ശ്രദ്ധയാണ്. റമദാനിൽ പ്രത്യേകമായി ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിച്ചിരുന്നു. കാരണം ഇത് ഖുർആൻ അവതരിച്ച മാസമാണല്ലോ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിച്ച ഈ മാസത്തിൽ ഖുർആനുമായുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയിരുന്നു. ഹദീസിൽ നമ്മളൊക്കെ സാധാരണ കേൾക്കാറുള്ളത് പോലെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരികയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതുവരെ ഇറങ്ങിയ ഖുർആൻ ഓതിക്കേൾപ്പിക്കുകയും അതല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ഖുർആൻ ഓതിക്കേൾപ്പിക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാം അത് ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുമായിരുന്നു. കിട്ടുന്ന നേരങ്ങളിലൊക്കെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ കൂടുതലായി ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു എന്നതാണ് ഞങ്ങൾ കണ്ട റമദാനിലെ ഒരു പ്രത്യേകത എന്ന് സഹാബാക്കൾ പറയും. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദഖ സക്കാത്തുകളിൽ പരോപകാര പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന വിഷയത്തിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു. റമദാൻ മാസത്തിൽ അതിനെ പ്രേരിപ്പിക്കുകയും സ്വന്തമായി അതിൽ വല്ലാതെ ശ്രദ്ധിക്കുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്ന ഹദീസിൽ അടിച്ചു വീശുന്ന കാറ്റുപോലെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അടിച്ചു വീശുന്ന കാറ്റുപോലെയായിരുന്നു പരോപകാര പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന വിഷയത്തിൽ സദഖ സക്കാത്തുകളുടെ കാര്യത്തിൽ വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. റമദാനിൽ ഞങ്ങൾ റസൂലിൽ കണ്ട ഒരു പ്രത്യേകതയായി സഹാബാക്കൾ പറയുന്നതും അത് തന്നെയാണ്. സദഖ നൽകുക, സക്കാത്ത് കൊടുക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരുടെ അവശതകളെ അറിയുകയും അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അത് പ്രധാനമായും നമ്മൾ റമദാനിൽ അനുഷ്ഠിക്കേണ്ട ഒരു അമലായി സഹാബത്ത് നമുക്ക് പറഞ്ഞു തരാണ്. നാലാമതായി പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൗബ, ഇസ്തിഗ്ഫാർ, ദുആക്കളാണ് പ്രത്യേകതയായി കാണാൻ കഴിയുന്നത്. തൗബയും ഇസ്തിഗ്ഫാറും ദുആയും. ദുആയുടെ വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നോമ്പുകാരന്റെ ദുആ സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് ആവർത്തിച്ച് ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നോമ്പുകാരൻ ദ്വാരക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. നോമ്പുകാരന്റെ ദ്വാ സ്വീകരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടാൻ യോഗ്യതയുള്ള ആളായി റമദാൻ മാസത്തിൽ നിന്നെ അള്ളാഹു അംഗീകരിക്കുമ്പോൾ നിന്റെ സമയമൊന്നും നീ പാഴാക്കരുത്. നീ ദ്വായിലായി ശ്രദ്ധിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ പറഞ്ഞ 3-4 കാര്യങ്ങളിൽ എത്രത്തോളം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുന്നോറുകളായ സഹാബാക്കള്, സലഫുസാലിഹ്യങ്ങളായ മഹാന്മാര്, നമ്മൾക്ക് മുമ്പിൽ നടന്നുപോയ നമ്മളുടെ മുതിർന്ന മഹാത്മാക്കള്, അവരൊക്കെ പറഞ്ഞു നേരം കളയുകയായിരുന്നില്ല. പ്രസംഗം കേട്ടും സമയം കളയുകയായിരുന്നില്ല. അവര് പ്രവർത്തിക്കുകയായിരുന്നു, അമൽ ചെയ്യുകയായിരുന്നു. ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് തന്നെ പറയപ്പെടാറുള്ളത്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പറയുന്നു, നോമ്പായാൽ, റമദാനായാൽ തങ്ങൾ ഞങ്ങളിലേക്ക് വരിക തന്നെ ഇല്ലായിരുന്നു എന്നാണ്. ഭാര്യമാരിലേക്ക് വരികയില്ല, കുടുംബത്തിലേക്ക് വരികയില്ല. കുടുംബക്കാരുടെയും ഭാര്യമാരുടെയും ഒക്കെ വിഷയത്തിൽ നിന്നും പരമാവധി വിട്ടു നിൽക്കുകയും അകന്നു നിൽക്കുകയും ആ സമയം മുഴുവനും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സൽക്കർമ്മത്തിലായി തങ്ങളുടെ സമയത്തെ വിനിയോഗിക്കുകയും ചെയ്യും. നമ്മളുടെ സമയം കഴിഞ്ഞ 20 ദിവസക്കാലം എവിടെ എങ്ങനെ ചെലവിട്ടു എന്ന് നമ്മളൊന്ന് ആലോചിക്കണ്ടേ? കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് എങ്ങനെയാണ് വിനിയോഗിക്കാൻ കഴിഞ്ഞത്, ചെലവിടാൻ കഴിഞ്ഞത്, എവിടെയാണ് അതൊക്കെ ചെലവഴിച്ചത്? എത്രത്തോളം നമുക്ക് ഓരോരുത്തർക്കും ഖുർആൻ പാരായണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ അശ്രദ്ധരായിരുന്നില്ല, യഥാർത്ഥത്തിൽ അശ്രദ്ധരായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒറ്റ റക്അത്ത് കൊണ്ട് ഒരു ഖത്തം തീർത്തു എന്നൊക്കെ അത്ഭുതം കൂറാൻ വേണ്ടിയിട്ട്, അതിശയോക്തിക്ക് വേണ്ടിയിട്ട് പറയുകയല്ലല്ലോ. നമ്മുടെ മുമ്പിൽ ജീവിച്ചിരുന്ന നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ കച്ചവടക്കാര്, കുടുംബമുള്ളവര്, നാട് ഭരിക്കാൻ യോഗ്യതയുള്ളവര്, ദീനിന്റെ പ്രബോധനവും പ്രവർത്തനവും മറ്റുമൊക്കെ ചെയ്യുന്ന ആളുകൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവറുകളെ കുറിച്ചിട്ടാണ് അധികമായി ഒറ്റ റക്അത്തിൽ ഖത്തം തീർത്തു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ കച്ചവടക്കാരിൽ ഒരാളായിരുന്നു, സമ്പന്നന്മാരിൽ ഒരാളായിരുന്നു. ഉസ്മാനെ ഖനി എന്നാണ് അദ്ദേഹത്തിന്റെ ലഖബ്, സ്ഥാനപ്പേര് തന്നെ. സമ്പന്നനായ കോടീശ്വരനായ ഉസ്മാൻ, അത്രയും വലിയ സമ്പന്നനായ കോടീശ്വരനായ കച്ചവടക്കാരനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒറ്റ റക്അത്ത് കൊണ്ട് ഒരു ഖത്തം തീർക്കുന്നുവെങ്കിൽ നമ്മൾ നമ്മുടെ ഈ റമദാനിന്റെ 20 ദിവസം കഴിഞ്ഞു കടന്നപ്പോൾ എത്ര ഖത്തം തീർത്തു എന്ന് ആലോചിക്കണം. നമ്മൾ എന്ത് കാരണം കൊണ്ടാണ് അള്ളാഹുവിന്റെ മുമ്പിൽ
ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. എന്ത് നമ്മൾ പറയാൻ പറ്റും? എന്ത് പറയാൻ പറ്റും? കച്ചവടത്തിൻ്റെ തിരക്കായിരുന്നോ, ജോലി തിരക്കായിരുന്നോ, ആരോഗ്യ പ്രശ്നമായിരുന്നോ, എന്തായിരുന്നു നമ്മളുടെ ഒക്കെ ഉദറായി നമുക്ക് നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിയാം? നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഖുർആന്റെ ആളുകളെ സംബന്ധിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു പരാതി പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഓതി കേൾക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, പടച്ചവനെ, ഈ ഖൗമ്, എൻ്റെ ജനത, എൻ്റെ സമുദായം ഖുർആനിനെ വേണ്ടതുപോലെ പരിഗണിച്ചില്ല, ആദരിച്ചില്ല, ഉപയോഗിച്ചില്ല, ഓതിയില്ല, അത് പഠിച്ചില്ല, അത് മനസ്സിലാക്കി അമൽ ചെയ്തില്ല. ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കെതിരെയും ഒരു ആരോപണവും നടത്താതെ, എതിർവാദം നടത്താതെ എല്ലാവർക്കും ഷഫാഅത്ത് നൽകാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ റസൂലുള്ളാഹിനെ കുറിച്ച് അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഫാഅത്ത് കൊണ്ട് ഉമ്മത്തികളെ നാളെ പരലോകത്തെ സഹായിക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷഫാഅത്തിനെ നമ്മൾ ചോദിക്കണമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഷഫാഅത്ത് നൽകുന്നവരാണ്. പക്ഷേ ഒരു ഖൗമിന് വേണ്ടി മാത്രം, ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം എതിർസാക്ഷി നിൽക്കുന്നു, എതിരായ നിലയിൽ അള്ളാഹുവിനോട് വാദം നടത്തുന്നു. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എൻ്റെ റബ്ബേ, എൻ്റെ ഖൗമ്, എൻ്റെ ജനത, എൻ്റെ ഉമ്മത്ത്, അവര് ഈ പരിശുദ്ധ ഖുർആനിനെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ചില്ല, ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ചില്ല. ഈ ഖുർആനിൽ നിന്നും ഉപയോഗം എടുക്കേണ്ടതുപോലെ, ഉപകാരം എടുക്കേണ്ടതുപോലെ അവർ ഉപകാരമെടുത്തില്ല. അതിനവരെ നിസ്സാരപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ നാളെ പരലോകത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എതിർസാക്ഷ്യത്തിനും എതിർവാദത്തിനും വിധേയരാകുന്നുവെങ്കിൽ എത്ര ഭയങ്കര ഭാഗ്യദോഷമാണ്. റമദാനിൽ ഖുർആൻ ഓതാൻ കഴിയാതെ പോയാൽ, ഖുർആൻ ഓതുക മാത്രമല്ല, ഖുർആൻ പഠിക്കണം, ഖുർആൻ മനസ്സിലാക്കണം, അതനുസരിച്ച് അമൽ ചെയ്യണം. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. ഷഹ്റു റമദാൻ ആദരണീയമായത് ഖുർആനിന്റെ അവതരണം കൊണ്ടാണ് എന്ന് നമ്മൾ ഖുർആൻ ഓതി അർത്ഥം വെച്ച് പഠിക്കാറുണ്ട്. എന്തിനാണ് ഖുർആനിനെ അവതരിപ്പിച്ചത്? ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ. ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് നേർമാർഗമായിട്ടാണ് ഈ ഖുർആനിനെ അവതരിപ്പിച്ചത്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ, നേർമാർഗത്തിന്റെ എല്ലാ വകുപ്പുകളെയും വിശദമായി, വ്യക്തമായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, വിശദീകരിക്കാൻ വേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിച്ചത്. എന്നിട്ടോ അത് ഇറക്കി നൽകിയ ഈ വിഭാഗം അതിൻ്റെ വചനങ്ങളെ ബാഹ്യമായ നിലയിൽ പഠിച്ചു എന്നല്ലാതെ അതിൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിൽ, ഒരു വലിയ പ്രേമഭാജനം, തൻ്റെ സ്നേഹനിധിയായ പ്രേമഭാജനത്തിന് ഒരു ലെറ്റർ എഴുതി എന്ന് വിചാരിക്കും, ഒരു കത്തെഴുതി, പ്രണയലേഖനം എഴുതി, പ്രണയക്കത്തെഴുതി. കത്ത് കിട്ടിയപ്പോൾ സ്നേഹത്തോടെ ആ കത്ത് അയാൾ സ്വീകരിച്ചു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എൻ്റെ പ്രണയിനി അയച്ച ആ കത്താണ്, പ്രേമലേഖനമാണ്. അത് ബഹുമാനത്തോടെ, സ്നേഹത്തോടെ സ്വീകരിച്ചു. ഒരു നല്ല കവറിനകത്ത് അതിട്ടു. അതിൻ്റെ മേൽ കുറച്ച് അത്തറ് പൂശി, കുറച്ച് പൂക്കളൊക്കെ വാരി വിതറി. എന്നിട്ട് ചുമരിൽ അതിനെ ഇങ്ങനെ ആദരവോടുകൂടി സ്ഥാപിച്ചു. ഇടയ്ക്കിടയ്ക്ക് ആ കത്തിനെ ഇങ്ങനെ നോക്കിയിട്ട് കൈകൊണ്ട് ആംഗ്യം കാണിക്കും, ആദരിക്കും, ബഹുമാനിക്കും. കുറെ നാളുകൾക്ക് ശേഷം ഏറ്റവും സ്നേഹനിധിയായ തൻ്റെ പ്രേമഭാജനം അയാളെ കണ്ടുമുട്ടിയപ്പോൾ, ഞാൻ നിനക്കൊരു കത്ത് തന്നല്ലോ, നീ അതിനെ ആദരിച്ചില്ലല്ലേ, നീ അതിനെ ബഹുമാനിച്ചില്ലല്ലേ എന്ന് ആവലാതി പറഞ്ഞു, കുറ്റപ്പെടുത്തി. ഞാൻ ആദരിച്ചിട്ടുണ്ട്, ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്, ഞാൻ അതിനെ നല്ല കവറിനകത്താക്കി, അതിന് അത്തറ് പൂശി, അതിൻ്റെ മേൽ പൂക്കൾ വിതറി, ചുമരിൽ തൂക്കി. ഇടക്കിടയ്ക്ക് ഞാനിങ്ങനെ ഓർമ്മയോടുകൂടി അതിനെ ആദരിക്കാറുണ്ട്. എന്താ പറയാ പ്രിയപ്പെട്ടവരെ, ഞാൻ അതിനല്ലല്ലോ നിനക്ക് കത്തയച്ചത്, ഞാൻ അതിൻ്റെ ഉള്ളിൽ നീയുമായുള്ള ആത്മബന്ധത്തെ പരസ്പരം പങ്കുവെക്കുന്നതിന് വേണ്ടി ചില സന്ദേശങ്ങൾ എഴുതിയിരുന്നു, ചില വിഷയങ്ങൾ ഞാൻ നിനക്ക് അയക്കാൻ ശ്രമിച്ചിരുന്നു. എന്തുകൊണ്ട് നീ അത് അറിഞ്ഞില്ല, നീ അത് പഠിച്ചില്ല, നീ അത് മനസ്സിലാക്കിയില്ല? അത് പഠിക്കാതെ, അത് വായിക്കാതെ, അത് മനസ്സിലാക്കാതെ ഞാൻ അയച്ച കത്ത് നീ ഇങ്ങനെ ചുമരിൽ തൂക്കി ആദരിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ അത് അംഗീകരിക്കുക? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധനായ നമ്മളുടെ റബ്ബ്, പടച്ചവൻ അള്ളാഹു നമുക്ക് അയച്ചു തന്ന അവന്റെ കലാമാണ് പരിശുദ്ധ ഗ്രന്ഥം ഖുർആൻ. അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്നതാണ്. ഈ ഖുർആനിനെ ഓതുന്നത് തന്നെ വലിയ പുണ്യമാണ്.
ഓതുന്നത് തന്നെ വലിയ പ്രതിഫലാർഹമായ കർമ്മമാണ്. ഒരാള് ഒരു ഹർഫ് ഓതിയാൽ അല്ലാഹു തആല അവന് 10 നന്മ നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലിഫ് ലാം മീം എന്നത് ഒറ്റ ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, ഓരോന്നും ഓരോ ഹർഫാണ്. ഒരാൾ അലിഫ് ലാം മീം എന്ന് ഓതിയാൽ അവന് 30 നന്മ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഓതിയാൽ പ്രതിഫലമാണ്. ഈ ഓതിയ പ്രതിഫലത്തെ മാത്രം നമ്മൾ ആശിച്ചാൽ പോരാ, അതിൽ തന്നെ നമ്മൾ പിന്നോക്കമാണ്. നമ്മൾ എത്ര പേജ് ഓതുന്ന ഒരു ദിവസം, എത്ര ജുസു ഓതുന്ന ഒരു ദിവസം. പരിശുദ്ധ റമദാനിൽ പേജും ജുസു ഒന്നും അല്ല കണക്കാക്കേണ്ടത്. മുസ്ലിമീങ്ങളുടെ പഴയകാല ചരിത്രം പരിശോധിച്ചാൽ എത്ര ഖത്തം ഓതുന്നു എന്നുള്ളതാണ്. പകല് കൊണ്ടൊരു ഖത്തം തീർക്കുക, രാവ് കൊണ്ടൊരു ഖത്തം തീർക്കുക. രാത്രിയും ഇരുന്ന് ഒറ്റ ഖത്തം തീർത്തു. പകല് ഈ തിരക്കുകളുടെ ഇടയിൽ ഒരു ഖത്തം തീർത്തു. രാത്രിയും പകലും മാറി മാറി ഖത്തം പൂർത്തീകരിച്ചപ്പോൾ അത്തരക്കാരായ ആളുകളെ കുറിച്ച് നമ്മൾ നമ്മുടെ ഇമാമിയങ്ങളാണെന്ന് പറഞ്ഞു. അവർ ഇമാമാണ്. ആരാ ഇമാം? ഇമാം ഷാഫിഈ റഹിമഹുല്ലാ, ഇമാം അബൂ ഹനീഫ. അവർ നമ്മുടെ ഇമാമായി. എപ്പോഴാണ് അവര് നമ്മുടെ നേതാക്കന്മാരായത്? എപ്പോഴാണ് നമ്മുടെ ഇമാമിയങ്ങളായത്? വെറും ഖുതുബയും പ്രസംഗവും പ്രഭാഷണവും കൊണ്ടല്ല, സ്വകാര്യ ജീവിതത്തിൽ അവരുടെ അമലുകളിൽ വർധനമുണ്ടായി. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ അവറുകൾ രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കും. ആരംഭ കാലഘട്ടത്തിൽ അദ്ദേഹം രാത്രിയിൽ ഈ പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ വലിയ ഇമാമാണ്, ഫഖീഹാണ്, പണ്ഡിത ശ്രേഷ്ഠരാണ്. ഒട്ടനവധി ശിഷ്യഗണങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന മുഅല്ലിമാണ്, മഹാനാണ്. ഒപ്പം വലിയ കച്ചവടക്കാരനാണ്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ അവരുടെ കച്ചവടത്തെ കുറിച്ചിട്ട് ചരിത്രത്തിൽ നിങ്ങൾ വായിക്കണം പ്രിയപ്പെട്ടവരെ. വലിയ കച്ചവടക്കാരനാണ്, ചെറിയ കച്ചവടക്കാരനൊന്നുമല്ല. ഒരേ സമയം അദ്ദേഹത്തിന്റെ സദസ്സിൽ പ്രമുഖരായ 40 പണ്ഡിതന്മാരെ താമസിപ്പിക്കുമായിരുന്നു. ആ 40 പേർക്കും അദ്ദേഹം അവരുടെ ചെലവ് കൊടുക്കുമായിരുന്നു. അവരുടെ ആവശ്യങ്ങളൊക്കെ സ്വന്തമായി പൂർത്തീകരിച്ചു കൊടുക്കും. ഈ 40 പേർക്കും എന്താ ജോലി? വേറെ ജോലിയൊന്നുമില്ല, ഇൽമിയായ ചർച്ചയിൽ പരസ്പരം പങ്കെടുക്കുക. നമ്മൾ ഒരു പള്ളിയും ആ പള്ളിയോട് ചേർന്ന് ഒരു ചെറിയ ദറസും 5-10 പിള്ളേരെ ഇരുത്തിയിട്ട് ആ പിള്ളേർക്ക് കഞ്ഞി കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെ മുമ്പിലും രസീത് കുറ്റിയായിട്ട് കറങ്ങി നടന്നിട്ടും വർഷം എത്തുമ്പോൾ കടം ബാക്കിയാണ് എന്ന് പറയുന്ന സമുദായം കേൾക്കണം. നമ്മൾ ഒരാളെ ഇമാമായി മുമ്പിൽ നിർത്തുമ്പോൾ ആ ഇമാമിന്റെ ക്വാളിറ്റി എന്തായിരുന്നു? ആ ഇമാമിന്റെ വിശേഷണം എന്തായിരുന്നു? ആ ഇമാമിന്റെ പ്രത്യേകത എന്തായിരുന്നു? ആ ഇമാം അവറുകൾ തന്റെ സ്വന്തം ചെലവിൽ തന്റെ സ്വന്തം ഇരിപ്പിടത്തിൽ 40ഓളം ആളുകളെ എപ്പോഴും താമസിപ്പിക്കും. അവരുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കും. എന്താവശ്യം ഉണ്ടെങ്കിലും അതൊക്കെ പൂർത്തിയാക്കി കൊടുക്കും. ഒരിക്കൽ ഇങ്ങനെ സദസ്സിലിരിക്കുന്ന ഒരാള് ഇടയ്ക്ക് 2-3 പ്രാവശ്യം ആബ്സെന്റ് ആയപ്പോൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആബ്സെന്റ് ആയപ്പോൾ ഒറ്റയ്ക്കയാളെ വിളിച്ചു. എന്താ മോനെ, നീ കുറച്ച് ദിവസമായിട്ട്, മോനെ എന്ന് പറഞ്ഞാൽ ചെറിയ മക്കളൊന്നും അല്ല, വലിയ വലിയ പണ്ഡിതന്മാരാണ്, എന്തുകൊണ്ടാണ് നീ കുറച്ച് ദിവസമായിട്ട് വരാതിരുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കുടുംബപരമായ പരാധീനതയും പ്രാരാബ്ദവും കഷ്ടപ്പാടും കാരണം വിവാഹം കഴിച്ചു, വിവാഹ ജീവിതം നയിക്കുന്നു, എനിക്ക് കുടുംബപരമായി വലിയ പ്രാരാബ്ദമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് എൻ്റെ ജോലിയും തൊഴിലും ഒക്കെ ആയിട്ട് എവിടെങ്കിലും പോയി പണമുണ്ടാക്കാൻ ഞാൻ നിർബന്ധിതനായി. അതുകൊണ്ടാണ് ക്ലാസ്സിൽ വരാൻ കഴിയാണ്ടായത്. പ്രിയപ്പെട്ടവരെ, ആരും അറിയാതെ അദ്ദേഹത്തെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഒരു വലിയ കെട്ടെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ആരോടും പറയണ്ട, നിനക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടുന്ന് പൂർത്തിയാക്കാം. ഇൽമു മുടക്കണ്ട, പഠിപ്പ് മുടക്കണ്ട, ഇവിടെ വരുന്ന കാര്യത്തിൽ പിന്നോക്കം നിൽക്കണ്ട. മഹാത്മാക്കൾ അങ്ങനെയായിരുന്നു, ഇമാമിയങ്ങൾ അങ്ങനെയായിരുന്നു. നമ്മുടെ മുന്നിൽ നിന്ന മഹാത്മാക്കളുടെ ജീവിതം പരിശോധിച്ചാൽ പ്രിയപ്പെട്ടവരെ അങ്ങനെയാ നമുക്ക് മനസ്സിലാവുക. അദ്ദേഹം തന്റെ ഈ കച്ചവടത്തിന്റെ തിരക്ക്, ദറസിന്റെ തിരക്ക്, ബാക്കിയുള്ള പൊതുവായ പ്രവർത്തനങ്ങളുടെ തിരക്ക്, അന്നത്തെ കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരെ നിരീശ്വര നിർമ്മിത പ്രസ്ഥാനക്കാര് നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢമായ തന്ത്രങ്ങൾക്കെതിരെ മുനാദറയ്ക്ക് പോകണമായിരുന്നു, വാദപ്രതിവാദങ്ങൾക്ക് പോകും. ഇതൊക്കെ ചെയ്തിരുന്നു പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഇടയിൽ അദ്ദേഹം രാത്രിയിൽ അല്പസമയം ഉറങ്ങി, അല്പസമയം നിസ്കരിക്കും. ഒരു ദിവസം യാദൃച്ഛികമായി അദ്ദേഹം ഇങ്ങനെ പാതിരാത്രിയിൽ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വീട്ടിന്റെ ഉള്ളിൽ ഉമ്മയും മക്കളും തമ്മിൽ സംസാരിക്കുന്ന ശബ്ദം കേട്ടു. എന്താ സംസാരം എന്ന് അദ്ദേഹത്തിന്റെ കാതിൽപ്പെട്ടപ്പോൾ ഉമ്മ മക്കളോട് പറയാം, മക്കളെ, ഇങ്ങനെ രാത്രി മൊത്തം കിടന്നുറങ്ങിയിട്ട് സമയം പാഴാക്കല്ല, ജീവിതം പാഴാക്കല്ല, ആകെ ജീവിതം കുറച്ചല്ലേ ഉള്ളൂ. ഈ നല്ല നാളുകളിൽ എണീച്ചിന്ന് ഖുർആൻ ഓത്, നിസ്കരിക്ക്, ഇബാദത്തെടുക്ക്. ആ നുഅ്മാനെ ഒന്ന് നോക്കിയ, നിങ്ങളെപ്പോലത്തെ ചെറുപ്പക്കാരനല്ലേ, നുഅ്മാനെ നോക്കൂ. അവൻ രാത്രിയെല്ലാം നിന്ന് നിസ്കരിക്കുന്നു. എപ്പോ നോക്കിയാലും നിസ്കാരം, രാത്രിയെല്ലാം നിന്ന് നിസ്കരിക്കും. പകൽ എന്തെല്ലാം ജോലിയുണ്ട്,
നമ്മൾ അറിയുന്ന ഒരു ചെറുപ്പക്കാരനല്ലേ. പകൽ ഇത്രയും വലിയ കച്ചവടവും ജോലിയും എൽമിയായ ജോലി തിരക്കുകളും ഒക്കെ ഉള്ളതിനോടുകൂടി കണ്ടില്ലേ, രാത്രി ഒക്കെ നിന്ന് നിസ്കരിക്കുക, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കും. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അവരുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം ഈ വർത്താനം കേട്ടപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ബേജാറുണ്ടായി. കാരണം ഈ അബൂ ഹനീഫയെ കുറിച്ചിട്ടാണ് അവർ പറഞ്ഞത്, മക്കളോട് മാതൃകയാക്കാൻ എന്നെ കുറിച്ചാണ് പറഞ്ഞത്. ഉമ്മാമ പറഞ്ഞത് രാത്രി മൊത്തം ഞാൻ നിസ്കരിക്കുന്നു എന്നാ. ഞാൻ രാത്രി മൊത്തം നിസ്കരിക്കലില്ല. ഞാൻ കുറച്ച് സമയം ഉറങ്ങുകയും കുറച്ച് സമയം എൻ്റെ ജോലികൾ പൂർത്തീകരിക്കുകയും അല്പസമയം മാത്രം നിസ്കരിക്കുകയും ചെയ്യുന്നവനാണ്. പക്ഷേ ആളുകൾ എന്നെ കുറിച്ച് വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയാണെന്നാണ്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അവர்கள் ആ തെരുവിൽ നിന്നുകൊണ്ട് അന്ന് രാത്രി ഒരുറച്ച തീരുമാനം എടുത്തു, ഇന്നു മുതൽ ഞാൻ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അവர்கள் നാട്ടുകാർക്ക് ഒരുപാട് നന്മ ഉപദേശിച്ചു, നാട്ടുകാരെ ദീൻ പഠിപ്പിച്ചു, ഫിഖ് പഠിപ്പിച്ചു. എന്നാൽ ഒരു സാധാരണക്കാരിയായ കുടിലിൽ വസിക്കുന്ന വയസ്സായ സ്ത്രീ, അവരുടെ ഉപദേശം അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ നിന്നാണ് എന്റെ രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുക എന്ന അമല് എനിക്ക് ഹയാത്താക്കാൻ സാധിച്ചത് എന്ന് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അവർ പറയുകയാണ്. രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചു. ഒരു ദിവസം നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എഴുന്നേറ്റ് കൈകെട്ടി ഫാത്തിഹയ്ക്ക് ശേഷം നമ്മളൊക്കെ ഓതുന്നത് പോലെ ഖുൽ ഹുവല്ലാഹു അഹദും അലം നശ്റഹും വദ്ദുഹയും ഒക്കെ ഓതി വേഗം സുജൂദും റുക്കൂഉം ചെയ്ത് തീർത്തിട്ട് പോക്കല്ല. രാത്രിയുടെ പ്രാരംഭത്തിൽ അദ്ദേഹം നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി ഫാത്തിഹയ്ക്ക് ശേഷം ഏതൊക്കെയോ സൂറത്തുകൾ ഓതുന്നതിന്റെ ഇടയിൽ യാദൃച്ഛികമായി സൂറത്ത് യാസീൻ പാരായണം ചെയ്തു. യാസീനിന്റെ വരികൾ ഓരോന്നും ഓതി 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 വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ എന്ന വചനം എത്തി. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ എന്ന വചനം എത്തി. അബൂ ഹനീഫയുടെ തൊണ്ടയിടറി, കണ്ണ് നിറഞ്ഞു, കണ്ടമിടറി. അദ്ദേഹം പൊട്ടി 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 പറഞ്ഞു, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഒരേ ആയത്ത് തന്നെ ആവർത്തിച്ച് ഓതി സുബഹി വരെയും, അഥവാ സുബഹിയുടെ ബാങ്ക് കൊടുക്കുന്നത് വരെയും ആ നമസ്കാരത്തിൽ അദ്ദേഹം ലയിച്ചു. പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയുന്നു വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഇവിടെ നമ്മളൊക്കെ നോമ്പെടുത്തവരും നോമ്പെടുക്കാത്തവരും, നിസ്കരിച്ചവരും നിസ്കരിക്കാത്തവരും, ഈബത്ത് പറഞ്ഞവരും ഈബത്ത് പറയാത്തവരും, ബാഹ്യമായ നിലയിൽ ഇങ്ങനെ തലയെക്കെട്ടൊക്കെ കെട്ടി വലിയ നീളക്കുപ്പായൊക്കെ ഇട്ട് മിമ്പറിലും മെഹ്റാബിലും ഒക്കെ നിന്ന് പട്ടപട്ടാന്ന് പ്രസംഗിച്ചിട്ട് ഞാനും വലിയ ആളാന്നൊക്കെ അഭിനയിക്കുന്ന നമ്മളൊക്കെ ഇങ്ങനെ നല്ല ആളുകളാണെന്ന് വിചാരിച്ച് സഞ്ചരിക്കുകയാണ്, നല്ല ആളുകളാണെന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഖുർആൻ പറയുന്നു, സൂറത്ത് യാസീനിൽ പറയുന്നു, എന്നാൽ നാളെ പരലോകത്ത് മഹ്ശറയുടെ വൻസഭയിൽ ഒരു വേർതിരിക്കൽ ഉണ്ടാകും. ആ വേർതിരിക്കലിന് വേണ്ടി പടച്ചവന്റെ സന്നിധിയിൽ നിന്നും ഒരു വിളംബരം ഉണ്ടാകും, ഒരു വിളിച്ചു പറയലുണ്ടാകും. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ഹേ അക്രമകാരികളെ, ഇന്ന് നിങ്ങൾ വേറിട്ട് നിൽക്കണം. ഇതുവരെ നിങ്ങൾ സഫിൽ ഒന്നിച്ചു നിൽക്കുമ്പോൾ നിസ്കരിച്ചവനും നിസ്കരിക്കാത്തവനും, ഗീബത്ത് പറഞ്ഞവനും പറയാത്തവനും, മദ്യപിച്ചവനും മദ്യപിക്കാത്തവനും ഒക്കെ ഒന്നിച്ചു നിൽക്കുകയായിരുന്നു. നാട്ടുകാരറിയുന്നില്ലല്ലോ, ജനങ്ങൾ അറിയുന്നില്ലല്ലോ, ആളുകൾ അറിയുന്നില്ലല്ലോ. ആളുകൾ കാണുന്നത് നമ്മുടെ ഈ തലക്കെട്ട് മാത്രമല്ലേ ഉള്ളൂ, ആളുകൾ കാണുന്നത് നമ്മുടെ ഈ നീളക്കുപ്പായം മാത്രമല്ലേ ഉള്ളൂ, ആളുകൾ കേൾക്കുന്നത് നമ്മുടെ ഈ പ്രഭാഷണവും പ്രസംഗവും മാത്രമല്ലേ ഉള്ളൂ. നമ്മളുടെ രാവ് എങ്ങനെ നമ്മൾ ചെലവഴിച്ചു, നമ്മളുടെ സ്വകാര്യ ജീവിതം എങ്ങനെ നമ്മൾ ചെലവഴിച്ചു, നമ്മുടെ വ്യക്തി ജീവിതം നമ്മൾ എങ്ങനെ ചെലവഴിച്ചു, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ എന്തൊക്കെ വേണ്ടാത്തത് പറഞ്ഞു, അത് നാട്ടുകാരറിയുന്നില്ലല്ലോ. നമ്മുടെ കൽബ് കൊണ്ട് നമ്മൾ എന്തൊക്കെ വേണ്ടാത്തത് ചിന്തിച്ചു. നമ്മുടെ കൽബകത്തേക്ക് ഇറങ്ങി വരാൻ പടച്ചവനല്ലാതെ വേറെ ഒരു പടപ്പുകൾക്കും കഴിയില്ലല്ലോ. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് കുറെ കാലം നീ ജീവിച്ചില്ലേ. ഇന്ന് എൻ്റെ അടുക്കൽ എത്തി, ഫൽ യൗമ ലാ തുദ്ലമു നഫ്സുൻ ശൈഅൻ വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. ഫൽ യൗമ ലാ തുദ്ലമു നഫ്സുൻ ശൈഅൻ. ഇന്ന ദിവസം ഇതൊരു ദിവസമാണ് എല്ലാ അടിമകളെയും മനുഷ്യരെയും അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന് വിധേയരാക്കിയിട്ട് നിരത്തി നിർത്തിയിരിക്കുന്ന ദിവസമാണ്. വവുദിഅൽ കിതാബ് فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب ووضع الكتاب وعرضوا على ربك صفا അല്ലാഹുവിന്റെ സന്നിധിയിൽ പടച്ചവന്റെ മുമ്പിൽ, പടച്ചവൻ ആരാ? ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഇതുവരെയും നീ നാട്ടിൽ പലരെയും പറഞ്ഞു പേടിപ്പിക്കുകയായിരുന്നു, നീ വലിയ ജബ്ബാറായി ജീവിക്കുകയായിരുന്നു, അഹങ്കാരിയായി ജീവിക്കുകയായിരുന്നു. ഓരോരുത്തരും അവരവരുടെ സാമ്രാജ്യത്തിൽ അവരവരുടെ ലോകത്ത് അഹങ്കാരികളായി ജീവിക്കുക.
ഞാൻ എൻ്റെ കൊച്ചു ലോകം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടാളികളുടെയും കുടുംബാദികളുടെയും ഇടയിൽ ഞാൻ എന്ന അഹങ്കാരത്തോടു കൂടി ഞാൻ ജീവിക്കുകയായിരുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മളുടേതായ കൊച്ചു സാമ്രാജ്യത്തിൽ അഹങ്കാരികളായി ജീവിക്കുകയാണ്. എന്നെ ആരും നിയന്ത്രിക്കുന്നത് എനിക്കിഷ്ടമല്ല, എന്നെ ആരും ഉപദേശിക്കുന്നത് എനിക്കിഷ്ടമല്ല, എന്നോട് ആരെങ്കിലും നന്മ പറയുന്നത് എനിക്കിഷ്ടമല്ല, എനിക്കിഷ്ടമുള്ളതുപോലൊക്കെ ഞാൻ ജീവിക്കും, ആരും എന്നെ നിയന്ത്രിക്കേണ്ടതില്ല എന്നൊരു മനോഭാവത്തോടു കൂടി, ഒരു പക്ഷേ അങ്ങനെ നമ്മൾ പറയുന്നില്ലെങ്കിലും നമ്മുടെ മുഖഭാവവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ജീവിത രീതിയും ഒക്കെ അങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞുകൂടുകയാണ്. നമ്മൾ അഹങ്കാരികളായിരുന്നു. പരലോകത്തിന്റെ ആ ദിവസത്തിൽ നിസ്സഹായകമായ സാഹചര്യത്തിൽ മനുഷ്യരുടെ മുമ്പിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഒരു വിളംബരവും വിളിച്ചു ചോദിക്കലും ഉണ്ടാകും. ലിമനിൽ മുൽക്കുൽ യൗം, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നേ ദിവസം ആർക്കാണ് അധികാരം, ആർക്കാണ് അധികാരം? ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ വഖാല സവാബ വഖാല സവാബ ദാലികൽ യൗമുൽ ഹഖ്, ദാലികൽ യൗമുൽ ഹഖ്. അത് ഒരു സത്യമായ ദിവസമാണ് കേട്ടോ. ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നു, നിങ്ങളത് കേൾക്കുന്നു. ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നു, നിങ്ങളത് കേൾക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കണ്ണുകളൊന്ന് അടഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്ന സത്യമായ ദിവസമാണത്. അത് ഖിയാമത്ത് നാളെന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരെയാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട, ഒരുപാട് ദൂരെയാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അള്ളാഹു നമുക്കൊക്കെ ഈമാനോടുകൂടിയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒക്കെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ദാലികൽ യൗമുൽ ഹഖ്, അതൊരു സത്യമായ ദിവസമാണ്, വരാൻ പോകുന്ന ദിവസമാണ്, യാതൊരു സംശയവും വേണ്ട. നമ്മളുടെ ഓരോരുത്തരുടെയും മരണത്തോടു കൂടി തുടങ്ങാൻ പോകുന്ന ദിവസമാണ്. ഞാൻ ഖുതുബക്ക് വേണ്ടി വന്നപ്പോൾ പള്ളിയിൽ കുറച്ച് ആളുകൾ കുറവായി, ഇങ്ങനെ കയറണോ വേണ്ടെന്ന് ഇങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ ഒരു സഹോദരൻ ഓടി വന്നിട്ട് പറഞ്ഞു, തൊട്ടപ്പുറത്ത് നമ്മളൊക്കെ അറിയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്, മരണപ്പെട്ട വീട്ടിലേക്ക് എല്ലാവരും പോയി, അതുകൊണ്ടാണ് ആളുകൾ കുറഞ്ഞതെന്ന് പറഞ്ഞു. പറയുമ്പോൾ ഭയങ്കര എളുപ്പമുണ്ട്, കേൾക്കാൻ ഭയങ്കര സുഖമുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പുറവും ഇപ്പുറവും, തൊട്ടപ്പുറത്ത് തൊട്ടിപ്പുറത്ത്, തൊട്ടടുത്ത ബന്ധുക്കൾ എന്നൊക്കെ പേരിൽ ആളുകൾ ഇങ്ങനെ യാത്ര ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ദാലികൽ യൗമുൽ ഹഖ്, ദാലികൽ യൗമുൽ ഹഖ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ കാര്യത്തിലും തീർച്ചയായും വരാൻ പോവുകയാണ്. ജുമാ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ പള്ളിയിൽ വെച്ച് അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കപ്പെടും. നമ്മളൊക്കെ ജുമാ നിസ്കാരത്തിൽ പ്രസംഗിക്കാൻ വരുന്നു, പ്രസംഗം കേൾക്കാൻ വരുന്നു. നമ്മളോടൊപ്പമുള്ള ഇങ്ങനത്തെ ചില സഹോദരങ്ങൾ അവരുടെ ജീവിതത്തിന്റെ എല്ലാ പണികളും ഒഴിവാക്കിയിട്ട് 2-3 തുണിക്കഷ്ണങ്ങളിൽ സ്വയം പൊതിഞ്ഞ് അങ്ങ് യാത്ര തുടങ്ങുകയാണ്. അവർക്ക് വേണ്ടി നമ്മൾ നിസ്കരിക്കുകയാണ്, നാളെ ഇതുപോലെ നമുക്ക് വേണ്ടിയും പലരും നിസ്കരിക്കും. അന്ന് ഇത് കേൾക്കാൻ പോലും ചിലപ്പോൾ നമുക്ക് ത്രാണി ഉണ്ടാവുകയില്ല. അള്ളാഹു നമുക്കൊക്കെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ദാലികൽ യൗമുൽ ഹഖ്, ദാലികൽ യൗമുൽ ഹഖ്. അതൊരു സത്യമായ ദിവസമാണ്, പുലരാൻ പോകുന്ന ദിവസമാണ്, സംശയിക്കാനൊന്നുമില്ല. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബ, فمن شاء اتخذ إلى ربه مآبا فمن شاء اتخذ إلى ربه سبيلا. അത് സംഭവിക്കുക തന്നെ ചെയ്യും, അതിൽ സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് ഇന്ന് ഇരിക്കുന്ന ഞാനും നിങ്ങളും, നമുക്ക് നമ്മുടെ മുമ്പിൽ ആയുസ്സുണ്ട്, ആഫിയത്തുണ്ട്, റമദാനുണ്ട്, നല്ല നാളുകളുണ്ട്, ഇഅ്തികാഫിന്റെ ദിവസങ്ങൾ വരുന്നുണ്ട്, റമദാനിന്റെ അവസാനത്തെ നാളുകൾ, രാവു പകലുകൾ വരുന്നുണ്ട്. ആർക്കെങ്കിലും ഫമൻ ഷാ അത്തഖദ ഇലാ റബ്ബിഹി മആബ, റബ്ബിന്റെ അടുക്കലേക്ക് നല്ല കോലത്തിൽ മടങ്ങിപ്പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇതാ ഈ വഴി ഉപയോഗപ്പെടുത്തിക്കോളൂ എന്നാണ്. ഈ വഴി ഇപ്പം ഉപയോഗപ്പെടുത്താം. അതിനുള്ള സാഹചര്യം, സ്വാതന്ത്ര്യം ഇന്ന് നമുക്കുണ്ട്. ഫമൻ ഷാ അത്തഖദ ഇലാ റബ്ബിഹി സബീല. ബാക്കി എല്ലാ വഴികളും അടഞ്ഞു പോകുന്ന ഒരു ദിവസം, ബാക്കി എല്ലാ ബന്ധങ്ങളും മുറിച്ചടക്കപ്പെടുന്ന ഒരു ദിവസം, ആരും നമ്മളെ തിരിഞ്ഞു നോക്കാത്ത, പരിഗണിക്കാത്ത ദിവസം. അന്നേ ദിവസത്തിലേക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു കവാടം തുറന്നു വെക്കണം, ഒരു വാതിൽ വേണം, ഒരു വഴി വേണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ റബ്ബുമായുള്ള ഒരു ബന്ധത്തെ നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തോളൂ എന്ന് പറയാം. ഇഅ്തികാഫിന്റെ ആത്മീയമായ ലക്ഷ്യത്തെക്കുറിച്ചിട്ട് ഉലമാക്കൾ എഴുതിയപ്പോൾ, ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഇരുളടഞ്ഞ ആ മണ്ണിന്റെ കുടീരത്തിൽ നീ കിടക്കുന്ന വേളയിൽ നിനക്ക് ഒരാത്മബന്ധത്തിന്റെ ആശ്വാസവും സന്തോഷവും ലഭിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും ഒഴിവാക്കി, എല്ലാവരും കൈയൊഴിഞ്ഞു, ഒറ്റയ്ക്ക് നീ ഇങ്ങനെ ഖബറിൽ കിടക്കുകയാണ്, ഇരുളടഞ്ഞ വീടാണ്. അവിടെ നിനക്ക് വെളിച്ചം വേണം, അമലുകളുടെ വെളിച്ചം വേണം, അള്ളാഹുമായുള്ള ബന്ധം ഇന്ന് നീ സ്ഥാപിച്ചെടുത്താൽ, അഥവാ ആഫിയത്തും ആരോഗ്യവും ഒക്കെ ഉള്ള സമയത്ത് ജോലി തിരക്കുകളൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ഇടുന്നതിന് പകരം പള്ളിയുടെ ഉള്ളിൽ ഒരു 10 ദിവസം വന്നിരിക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിനെ കുറിച്ചിട്ട് നമ്മളോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഫമൻ ഷാ അത്തഖദ ഇലാ റബ്ബിഹി മആബ,
താല്പര്യമുള്ളവർ, അള്ളാഹ് പറയാ, താല്പര്യമുള്ളവർ ഇതാ ഇന്ന് അവസരമുണ്ട്, ചാൻസ് ഉണ്ട്, വേണമെങ്കിൽ ആ അള്ളാഹുവിലേക്ക് ചെന്നെത്താനുള്ള നല്ലൊരു മാർഗത്തെ കണ്ടെത്തിക്കോളൂ. റമദാൻ അതിനാണ് നമുക്ക് തന്നത്. അവസാനത്തെ 10 നമുക്ക് അതിനാണ് തന്നത്. പ്രിയപ്പെട്ടവരെ, അന്നേ ദിവസം അള്ളാഹു അവന്റെ ജലാലിയത്തോടുകൂടി, അവന്റെ സർവാധിപത്യത്തോടുകൂടി അടിമകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വിളിച്ചു ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, പറയൂ ഇന്നത്തെ ദിവസം ആർക്കാണ് അധികാരം? നീ അവിടെ വെച്ച് ഞാൻ എന്ന ഭാവത്തോടുകൂടി വാപ്പാനെ അനുസരിക്കാതെ, ഉമ്മാനെ അനുസരിക്കാതെ, ജ്യേഷ്ഠന്മാരെ അനുസരിക്കാതെ ഞാൻ എന്ന തണ്ടോടുകൂടി നടന്നില്ലേ? പറയൂ, ഇവിടെ ആർക്കാണ് തണ്ട്? ഇവിടെ ആർക്കാണ് അധികാരം? ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ, ഒരേ ഒരു ശക്തിക്ക് മാത്രമേ ഇവിടെ അധികാരമുള്ളൂ. ഒരേ ഒരു ശക്തിക്ക് മാത്രം. അത് അള്ളാഹുവാണ്, അള്ളാഹുവാണ്, അള്ളാഹുവാണ്. അവൻ അടക്കി ഭരിക്കുന്ന മലിക്കുൽ ജബ്ബാറാണ്. ആ അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യൻ നിർത്തപ്പെടുമ്പോൾ ഇതാ ഇതുവരെയും നിങ്ങൾ നല്ലവരും ചീത്തയായവരും ഒക്കെ ഒന്നിച്ചിടകലർന്ന് ജീവിക്കുകയായിരുന്നു. ഇന്നത്തെ ദിവസം ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ഹേ മുജ്രിമീങ്ങളെ, അക്രമകാരികളെ, ഇന്നേ ദിവസം നിങ്ങൾ നല്ലവരോടൊപ്പം നിൽക്കാതെ കുറച്ചങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് വിളിച്ചു പറയപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ പറയാം. മാറി നിൽക്കും. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അവറുകൾ വാവിട്ട് കരഞ്ഞു, അള്ളാഹുവേ, അള്ളാഹുവേ, അക്രമകാരികളെ മാറി നിൽക്കൂ എന്ന് പറയുമ്പോൾ, നല്ലവർ ഇങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് പറയുമ്പോൾ, ഈ അബൂ ഹനീഫ എവിടെയായിരിക്കും പടച്ചവന്? ഈ അബൂ ഹനീഫ എവിടെയായിരിക്കും പടച്ചവൻ? ഈ അബൂ ഹനീഫ എവിടെയായിരിക്കും പടച്ചവന്? ഈ അബൂ ഹനീഫ എവിടെയായിരിക്കും? പ്രിയപ്പെട്ടവരെ, വെറുതെ പ്രസംഗിക്കുകയായിരുന്നില്ല, വെറുതെ ഖുർആൻ ഓതുകയായിരുന്നില്ല. ആ ഒറ്റ ആയത്ത് ആ രാത്രി മുഴുവൻ അദ്ദേഹം ഓതി 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 കരഞ്ഞ് 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 നേരം വെളുപ്പിച്ചു. ഉള്ളിൽ തട്ടുമ്പോഴാണ് ഈ ഒരു അസർ ഉണ്ടാവുക. ഉള്ളിൽ തട്ടുമ്പോൾ അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചില ആളുകൾ പറയാറുണ്ട് അവർക്ക് മാരകമായ ചില രോഗങ്ങൾ ബാധിക്കുകയും ആ രോഗം നിർണയിച്ചതിന് ശേഷം ഡോക്ടർമാര് ഇന്ന രോഗമാണെന്ന് പറയുകയും ചെയ്താൽ, അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഇന്ന രോഗമാണെന്ന് പറയുകയും ചെയ്താൽ പിന്നെ അവർക്ക് ഉറക്കം കിട്ടാറില്ല. സാധാരണ അങ്ങനെയാണല്ലോ. ആരോഗ്യത്തോടു കൂടി ഓടി നടന്നിരുന്ന ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി, പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, യാദൃച്ഛികമായി എന്തോ ടെസ്റ്റിന് വിധേയായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ചെറിയ സംശയമുണ്ട്, ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്യുക. ബ്ലഡ് ചെക്ക് ചെയ്തപ്പം ഒരു ചെറിയ സ്കാൻ ചെയ്തപ്പം അതുകൊണ്ട് മതിയാകുന്നില്ല, ഒരു CT സ്കാൻ എടുക്കാം. CT സ്കാൻ ചെയ്ത് അതും പോരാ, എന്നാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ ടെസ്റ്റ് ഉള്ളത്, ടെസ്റ്റ് നടത്തി. പിന്നെ അതിൽ നിന്ന് ഒന്ന് കുത്തിയെടുത്തു, അങ്ങോട്ട് അയച്ചു, കുറച്ചു കാലം കാത്തു വന്നു, എല്ലാവരും ദ്വാരക്കലായി. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എങ്ങാനും ആ റിപ്പോർട്ട് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞാൽ കേൾക്കുന്ന നമുക്കൊക്കെ പറയാൻ എളുപ്പമുണ്ട്, രസമുണ്ട്. പക്ഷേ ആ സഹോദരന്റെ ജീവിതം മുഴുവൻ മാറാറില്ലേ? നമ്മൾ അത്തരക്കാരായ ആളുകളെ ഒരു മാസത്തിന് ശേഷം കാണാൻ പോയാൽ അവരുടെ ശരീരം തന്നെ അങ്ങ് ശോഷിച്ചു, കണ്ടാ തിരിയില്ല. ഞാനൊരു സഹോദരൻ ഇപ്പൊ അടുത്ത സമയത്ത് ഒരു ആശുപത്രിയിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ പുറത്തൊരു വാപ്പ ഇരുന്ന് കരയുന്നുണ്ട്. വാപ്പ ഓടി വന്ന് എന്നെ കൈപിടിച്ചിട്ട് പറഞ്ഞു, അകത്ത് കിടക്കുന്നത് എൻ്റെ മോനാ, നിങ്ങൾ നിക്കാഹ് കഴിച്ചു കൊടുത്ത മോനാ, പക്ഷെ ഇപ്പൊ കണ്ടാ തിരിയൊന്നുമില്ല, അവന്റെ കോലമെല്ലാം മാറി. 37 വയസ്സ് പ്രായമുള്ളൂ, നിങ്ങൾ നിക്കാഹ് ചെയ്ത് കൊടുത്തവനാ. പ്രിയപ്പെട്ടവരെ, 37 വയസ്സേ ഉള്ളൂ, നല്ല ആരോഗ്യവാനായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു രോഗം വന്നപ്പോൾ, എങ്ങനത്തെ രോഗമാണ്? മല പോലത്തെ രോഗമാണെന്നൊന്നും നമ്മൾ പറയണ്ട. മല പോലത്തെ രോഗമല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നമ്മളെ കാർന്ന് തിന്ന് നശിപ്പിക്കുന്ന, നമ്മളെ ഇല്ലാതാക്കുന്ന ഈ രോഗത്തിന്റെ അണുക്കളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ നാട്ടിൽ ടെസ്റ്റ് ചെയ്താൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇവിടുന്ന് ഒരു കഷ്ണം എടുത്തിട്ട് പൂനെയിലേക്ക് അയച്ചു കൊടുക്കുക, ബോംബെയിലേക്ക്. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്നറിയോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നമ്മൾ അറിയാതെ കടന്നുകൂടിയിട്ടുള്ള ഇത്തരം കൃമികൾ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും നമ്മുടെ മിഷണറികളിൽ കൂടി പെട്ടെന്ന് കാണാൻ കഴിയാത്തതുമായ ഒരു ചെറിയ സാധനം അകത്ത് കടന്നാൽ മതി, നമ്മളുടെ അഹങ്കാരമൊക്കെ തീർന്നു, നമ്മുടെ കളികളൊക്കെ തീർന്നു പ്രിയപ്പെട്ടവരെ. പിന്നെ നമ്മുടെ ഈ വായടിയും വാചാലതയും ഒന്നും ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തും ആരോഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഞാൻ ഇന്ന രോഗത്തിന് വിധേയനാണ് എന്ന ബോധമുണ്ടായാൽ, തിരിച്ചറിവില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര വലിയ രോഗം വന്നാലും അവൻ അതൊന്നും കണക്കാക്കാതെ ഇങ്ങനെ നടക്കും. അവൻ ഒരുതരം നശയിലാണ്, മസ്തിലാണ്, ലഹരിയിലാണ്. ലഹരി ബാധിച്ചവനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തിരിയില്ലല്ലോ. എന്നാൽ തിരിച്ചറിവുണ്ടാകുമ്പോൾ അവന്റെ രോഗം വർദ്ധിക്കും, ആരോഗ്യം ക്ഷയിക്കും, കാരണത്താൽ അവന്റെ ശരീരം ക്ഷയിക്കും. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളായ മഹാത്മാക്കൾ അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അവറുകളെ പോലെയുള്ളവർ അവരുടെ ഉള്ളിൽ തട്ടി താൻ ഓതിയ വിശുദ്ധ വാക്യത്തിന്റെ അർത്ഥം ഉള്ളിൽ തട്ടിയപ്പോൾ അത് ജീവിതത്തിൽ എഫക്റ്റായി.
ജീവിതത്തിൽ എഫക്റ്റ്. പിന്നെ മരിക്കുന്നത് വരെയും ഒരു രാത്രിയും അദ്ദേഹം പൂർണ്ണമായ നിലയിൽ കിടന്നുറങ്ങിയിട്ടേ ഇല്ല എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നിട്ടോ ളുഹർ നമസ്കാരത്തിന് തൊട്ടു മുമ്പ് അല്പസമയം ഉറങ്ങും. ളുഹർ നമസ്കാരത്തിന് തൊട്ടു മുമ്പ് അല്പസമയം മാത്രം ഉറങ്ങും. എന്നിട്ട് അദ്ദേഹം ശിഷ്യന്മാരോട് പറയുമായിരുന്നു, എനിക്ക് ഈ ഉറക്കം വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈലൂല എന്ന പേരിൽ ളുഹറിന് മുമ്പ് അല്പസമയം ഉറങ്ങുന്നതിനെ സുന്നത്താക്കി കൽപ്പിച്ചിട്ടുണ്ട്. ആ സുന്നത്ത് ഹയാത്താക്കാൻ വേണ്ടിയാണ് ഞാൻ ഉറങ്ങുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴും ഉറക്കം വരാറില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് കടം കയറി വലഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞു കരഞ്ഞു, ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അനുഭവമുണ്ട്. രോഗം വന്നപ്പോൾ ആ രോഗത്തിന്റെ വെപ്രാളത്തിൽ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അനുഭവമുണ്ട്. അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കല്യാണത്തിരക്കോ മറ്റോ വന്നപ്പോൾ കുറച്ച് ദിവസം ഉറങ്ങാൻ കഴിയാണ്ടായിപ്പോയി എന്ന് പറയാറുണ്ട്. മുഅ്മിനീങ്ങളായ നമ്മൾ ആലോചിക്കണം, നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ അവരുടെ പരലോകത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, നരകഭയത്തെ കഠിനമായപ്പോൾ, നരകത്തിൽ പോകേണ്ടി വരുമല്ലോ എന്നുള്ള വെപ്രാളം വന്നപ്പോൾ, സ്വർഗം എനിക്കും കിട്ടുമോ എന്ന ആഗ്രഹം അധികരിച്ചപ്പോൾ അവരുടെ രാത്രിയിൽ ഉറക്കം അവർക്ക് നഷ്ടമായി, പകലിൽ അവർക്ക് ഉറക്കം നഷ്ടമായി. ക്ഷീണമൊന്നുമില്ല, പരാതിയൊന്നുമില്ല, ആവലാതിയൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അത്തരക്കാരായ മഹാത്മാക്കൾ ചോദിച്ച സ്വർഗത്തെയാണ് ഈ റമദാനിൽ ഞാനും നിങ്ങളും ചോദിക്കുന്നത്. നമുക്കും വേണ്ടത് അതാണ്. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മാസത്തിൽ നമ്മൾ അധികമായി അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിക്കണം, നരകത്തിൽ നിന്ന് മോചനം തേടണം. അള്ളാഹുവേ, ഞങ്ങളെ സ്വർഗത്തിന് അവകാശികളാക്കണമേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമ്മൾ ആ ദുആയിൽ പറയാറുള്ളത്, നല്ലവരായ നിന്റെ അടിമകളോടൊപ്പം ഈ സാധുക്കളായ ഞങ്ങളെയും സ്വർഗത്തിൽ കടത്തണേ പടച്ചവനെ എന്നാണ്. നല്ലവരായ അടിമകളോടൊപ്പം സാധുക്കളായ ഞങ്ങളെയും നീ സ്വർഗത്തിൽ കടത്തണമേ എന്ന് ദ്വാരക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ നല്ലവരായ അടിയാറുകൾ ചെയ്തിരുന്ന അമലുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, അമൽ ചെയ്യണം. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാനിന്റെ പ്രത്യേകമായ അമലുകളിൽ പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്ന ചില പ്രത്യേകമായ കർമ്മങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ഇബാദത്തുകളിൽ മുന്നേറുക, അമലുകൾ വർദ്ധിപ്പിക്കുക, കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, അതിൽ ആവേശം കൊള്ളുക. നമ്മളും ശ്രദ്ധിക്കണം, ഇനി ആകെ 10 ദിവസമേ ബാക്കിയുള്ളൂ. അള്ളാഹു അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. രണ്ടാമതായി തൗബ, ഇസ്തിഗ്ഫാറുകളിൽ, ദുആക്കളിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. കൂടുതലായി ഇസ്തിഗ്ഫാർ പറയണം, ദുആക്കൾ വർദ്ധിപ്പിക്കണം. നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യണം. അത്താഴം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യാൻ ശ്രമിക്കണം. നമസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യണം. ബാങ്ക് കൊടുത്താൽ ഉടനെ ദുആ ചെയ്യണം. പള്ളിയിൽ വരുമ്പോൾ ഇഅ്തികാഫിന്റെ നിയ്യത്ത് ചെയ്തു, 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ചു, സുന്നത്ത് നിസ്കരിച്ചു, സുന്നത്തിന്റെയും ഫറദിന്റെയും ഇടയിൽ നമ്മൾ ദുആ ചെയ്യണം. ഈ ദുആക്കളൊക്കെ സ്വീകരിക്കപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം വേദനകളുണ്ട്, നൊമ്പരങ്ങളുണ്ട്. ഈ വേദനകളും നൊമ്പരങ്ങളും ഒക്കെ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെച്ചിട്ട് അവനോട് സഹായം തേടാൻ ദുആയിൽ നമ്മൾ ശ്രദ്ധിക്കണം. റമദാനിന്റെ നല്ല നാളുകളെയും രാവു പകലുകളെയും അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് സഹാബത്ത് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, പരോപകാര പ്രവർത്തനങ്ങളിൽ സാധുക്കളെ സഹായിക്കുന്ന വിഷയത്തിൽ അവിടുന്ന് അടിച്ചു വീശുന്ന കാറ്റ് പോലെയായിരുന്നു എന്നാണ്. നമ്മൾ സദഖകൾ വർദ്ധിപ്പിക്കണം, സകാത്ത് കൃത്യമായി കൊടുക്കണം. അത് നമ്മുടെ ആരുടെയും മോശാരമാണെന്ന് ആരും വിചാരിക്കേണ്ട. കൃത്യമായി കണക്ക് നോക്കി അവകാശപ്പെട്ട ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുക തന്നെ വേണം. നമ്മളോടൊപ്പം ജീവിക്കുന്ന ഒരുപാട് സാധുക്കളായ സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അത്താഴ പട്ടിണിക്കാരെന്ന് നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിക്കേണ്ടി വരുന്ന, പലപ്പോഴും പട്ടിണി കിടക്കുന്ന, ഒരു കൂര കെട്ടി സുഖമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടി എരന്നു. അതുകൊണ്ടൊന്നും നടക്കാതെ വന്നപ്പോൾ പിന്നെ ഇവിടെ തുറന്നു വെച്ചിരിക്കുന്ന ഒരു വലിയ വായുണ്ട്. എന്താ വായ്പ എന്ന് പറയുന്നില്ല, വായ്പ. നമ്മളെല്ലാവരും വായ്പ പോകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു വായ്പാ സംവിധാനമുണ്ട്. അതിന് ബാങ്ക് എന്ന് ഇംഗ്ലീഷ് പേരിട്ട് വിളിച്ചാലും, വട്ടിപ്പലിശ എന്ന് മലയാള പേരിട്ട് വിളിച്ചാലും, അല്ലെങ്കിൽ അണ്ണാച്ചിയുടെ പിടിച്ചു പറിക്കുന്ന സംഗതി എന്നോ പദ്ധതി എന്നോ ഒക്കെ പേരിട്ട് വിളിച്ചാലും, പാപം നമ്മുടെ സഹോദരിമാര് സഹോദരങ്ങൾ അതിൽ കുടുങ്ങിപ്പോയി. അങ്ങനെ കുടുങ്ങി കഷ്ടപ്പെടുന്ന ഒട്ടനവധി സാധുക്കളുണ്ട് പ്രിയപ്പെട്ടവരെ. ആ സാധുക്കളെ ഒന്നാമതായി അത്തരം കാര്യങ്ങളുടെ ദുഷിപ്പിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം. പെട്ടുപോയ സഹോദരി സഹോദരന്മാരെ നമ്മളാൽ കഴിയുന്ന നിലയിൽ സഹായിക്കാൻ ശ്രമിക്കണം. അങ്ങനത്തെ സഹായ ഹസ്തവുമായി റമദാനിൽ ഓടി നടന്ന് അടിച്ചു വീശുന്ന കാറ്റുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടെങ്കിൽ നമ്മളും അങ്ങനെ ശ്രമിക്കണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ അധികമായി ഓതണം. ഖുർആൻ ഓതിയാൽ മാത്രം പോരാ,
ഖുർആൻ നന്നായി പഠിക്കാൻ ശ്രമിക്കണം. റമദാനിന്റെ 10 ദിവസക്കാലം പള്ളിയിൽ വരെ ഇഅ്തികാഫിരിക്കും. എന്നിട്ട് ഉസ്താദന്മാരോട് ഒപ്പം ഇരുന്നു കൊണ്ട് ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക. ഓരോ ദിവസവും കുറഞ്ഞത് ഒരായത്ത് അല്ലെങ്കിൽ ഒരു സൂറത്ത്, ഒരു പേജ്, ഒരു ജിസു, ഓരോരുത്തരുടെ കഴിവനുസരിച്ചിട്ട് ഖുർആൻ പഠിക്കാൻ ശ്രമിക്കും. ഇങ്ങനെയൊക്കെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിലേക്ക് തിരിയാൻ, നമ്മുടെ ആയുസ് ഉപയോഗപ്പെടുത്താൻ, പരലോകത്തെത്തുമ്പോൾ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും സന്തോഷത്തിന് വകയുണ്ടാക്കാൻ, അതിനെ സമ്പാദിക്കാനായി നമ്മൾ ഈ പുണ്യനാളുകളെ ഉപയോഗപ്പെടുത്തണം. നമ്മളിൽ നിന്നും ഒരു തെറ്റുകുറ്റങ്ങളും വരരുത്, ഒരു അശ്രദ്ധയും ഉണ്ടാകരുത്, ഒരു ഗഫലത്തും ഉണ്ടാകരുത്. നമ്മളിൽ ഇനി ഒരിക്കലും പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ഒരു ദുഷിപ്പുകളും വരരുത്. നമ്മുടെ വാക്കുകളിൽ വരരുത്, പ്രവർത്തികളിൽ വരരുത്, ബന്ധങ്ങളിൽ വരരുത്. നമ്മുടെ കൂട്ടുകെട്ടുകൾ നന്നാക്കണം. റമദാനിന്റെ പുണ്യമായ ഈ നാളുകളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ പട്ടിണിയെ സാക്ഷി നിർത്തിക്കൊണ്ട്, നോമ്പിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾ ഉറച്ചൊരു പ്രതിജ്ഞ എടുക്കണം. റമദാനിന് ശേഷം അള്ളാഹു ഇഷ്ടപ്പെടാത്ത, അവന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്ത ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യങ്ങളിലേക്കും കടന്നു പോകരുത്. അത് എത്ര ചെറുതാണെന്ന് നമുക്ക് തോന്നിയാലും, ആര് നമ്മളെ നിർബന്ധിച്ചാലും, നമ്മളുടെ സഹോദരന്മാരോ ചങ്ങാതിമാരോ നമ്മളെ കുടുക്കിയാലും, നമ്മൾ അത്തരം കുഴപ്പങ്ങളിൽ പോയി കുടുങ്ങാതെ നമ്മൾ സുരക്ഷിതരാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു കോട്ടയാണ്. ആ കോട്ട നമ്മുടെ ചുറ്റും നമ്മൾ പണിയണം. നോമ്പ് എന്ന് പറഞ്ഞാൽ പരിചയാണ്. ആ പരിച നമ്മുടെ കൈകളിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കണം. പരിച എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഭാഗത്തു നിന്നും ചങ്ങാതിമാരുടെ പ്രലോഭനങ്ങൾ പല നിലയിലും ആയുധമായി നമ്മുടെ നേരെ വരുമ്പം നമ്മൾ ശേഖരിച്ച റമദാനിന്റെ കരുത്ത് ഒരു പരിചയമായി എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കണം. ആരിടിച്ചാലും അടിച്ചാലും ഇനി ഇങ്ങോട്ട് വേണ്ട. അള്ളാഹുവിന്റെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കൽപ്പനയ്ക്ക് വിപരീതമായ നിലയിൽ ഇനി ഞാൻ ഒരക്ഷരം പറയൂല, ഒരക്ഷരം കേൾക്കൂല, ഒരക്ഷരവും ഞാൻ ഉരിയാടുകയില്ല, ഒരു ബന്ധവും ഉണ്ടാവുകയില്ല എന്ന ഉറച്ച ഒരു തീരുമാനം നമ്മൾ എടുക്കണം. നമുക്ക് ചുറ്റും നോമ്പിലൂടെ നമുക്കൊരു ശക്തമായ കോട്ട പണിയാൻ കഴിയണം. ഈ കോട്ടയുടെ ഉള്ളിൽ നമ്മൾ സുരക്ഷിതരാകണം. റമദാനിന് ശേഷം ഈ കോട്ട പൊളിച്ചതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ പൈശാചിക ശക്തികളെ നമുക്ക് തടുത്തു നിർത്താൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഞാൻ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളോട് പറയുമ്പം ആലങ്കാരികമായ നിലയിൽ മലയാള സാഹിത്യമായി നിങ്ങൾ കേട്ടു തള്ളുകയല്ല. നമ്മുടെ ജീവിതം ഈ റമദാൻ ഒരു ചരിത്രമായി മാറണം. അള്ളാഹു കബൂലാക്കി തെരുമാറാകട്ടെ. ഇനി മേലിൽ നമ്മൾ പാപകർമ്മങ്ങളിലേക്ക് പോകരുത്, തെറ്റുകുറ്റങ്ങളിലേക്ക് പോകരുത്. പടച്ചവനുമായുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെടരുത്, പള്ളിയുമായുള്ള ബന്ധം നഷ്ടപ്പെടരുത്, ഖുർആനുമായുള്ള ബന്ധം നഷ്ടപ്പെടരുത്. നമ്മളുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ നമ്മൾ മറക്കരുത്. നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ പോറ്റി വളർത്തുകയും ചെയ്യുന്ന നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ അനുസരണക്കേട് കാണിക്കരുത്. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നല്ലവരായി ജീവിക്കാൻ ശ്രമിക്കണം. സഹോദരങ്ങൾക്കിടയിൽ, അയൽവാസികൾക്കിടയിലൊക്കെ നമ്മൾ നല്ലവരായി ജീവിക്കാൻ ശ്രമിക്കണം. നമ്മളെ കൊണ്ട് ആർക്കും ഒരു തലവേദനയും ഉണ്ടാകരുത്, നമ്മളെ കൊണ്ട് ആർക്കും ഒരു പരാതിയും ആക്ഷേപവും ഉണ്ടാകരുത്. നമ്മളെ കുറിച്ചിട്ട് കരയുന്ന കണ്ണുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകരുത്, നാടിലുണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിലൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ, നമ്മളെ സുരക്ഷിതരാക്കി തരുമാറാകട്ടെ. എല്ലാ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അല്ലാഹു നമ്മളെ ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കടങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അല്ലാഹു നമുക്ക് മാറ്റി തരുമാറാകട്ടെ. പുതിയ പുതിയ വലിയ വലിയ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കൊക്കെ തികഞ്ഞ ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയങ്കരായ ഉമ്മവാപ്പമാർക്കൊക്കെ അള്ളാഹു നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മളെ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ, അപകട മരണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനം നമ്മളെ എല്ലാവരെയും അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.